നീ എന്റെ പൊന്നാണ് ചക്കരയാണെന്നൊക്കെ അന്ന് പറഞ്ഞു. പക്ഷെ അപ്പൊ ഞാൻ ചോദിക്കാത്ത ഇപ്പന്താ പറയത്തില്ലേ എടാ അളിയ ഒരു പൊന്നാന്ന് പറഞ്ഞു. എന്റെ പൊന്നല്ലേ ചക്കരയില്ലെന്ന് പറഞ്ഞു. ചക്കര കിട്ടിയല്ലോ. ഇനി അടുത്ത ഓണം ചോദിക്കോ. അടുത്ത ഓണം വരെ ഉള്ളതായി. പ്രേമികളുടെ സമയത്ത് ഭയങ്കര കൊഞ്ചലാണല്ലോ. അപ്പൊ ഞാൻ വിചാരിക്കും ഇങ്ങനത്തെ ഒരാളായിരിക്കും എപ്പോഴും. പക്ഷെ അതാണ് ഞാൻ ചോദിച്ചത്. കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ സംസാരം കുറവാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കാണുന്ന സമയത്ത് അത്ര സംസാരം കുറവോ അല്ലെങ്കിൽ അങ്ങനെയായിരുന്നില്ല. പിന്നെയാണ് സീരിയസിന്റെ ലെവൽ ഇങ്ങനെ കൂടി വന്നത്. ഇപ്പൊ എന്താവും ഒറ്റയ്ക്ക് ഇരിക്കാൻ റൂമിലേക്ക് പോകുമ്പോ ഞാൻ കൊഞ്ചം അതെന്തായി അയ്യോ അവിടെ പോണ്ടേ ഇവിടെ. പിന്നെ ഇപ്പൊ ഇന്നലെ തന്നെ സെറ്റ് കൊടുത്തിട്ട് രാവിലെ മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ മുമ്പിക്കടെ തേരപ്പാറ നടക്കുകയാണ്. പക്ഷെ ഒന്നിങ്ങനെ നിർത്തിയിട്ട് അങ്ങനെ ഇല്ല. ചോദിച്ചു കഴിയുമ്പോ എങ്ങനെയുണ്ടായിരുന്നു കുഞ്ചു, എങ്ങനെയുണ്ട് കുഞ്ചു എന്ന് ചോദിക്കുമ്പോ നന്നായിട്ടുണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട്. എക്സ്ട്രാ വേണം, ഡിസ്ക്രൈബ് ചെയ്ത് വേണം പറഞ്ഞു. പക്ഷെ പണ്ട് പറയായിരുന്നു. അപ്പൊ ഞാൻ ഉടനെ തന്നെ പഴയ മെസ്സേജ്, കഴിഞ്ഞ വർഷം ഓണത്തിന് പ്രേമിക്കുന്ന സമയത്ത് ഓണത്തിന് എന്താ പറഞ്ഞത് നോക്കൂ. പണ്ട് പറയുമായിരുന്നു. ആ ചാറ്റ് ഡിലീറ്റ് ചെയ്യുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. ശരിയാണ്, അന്നത്തെ വോയിസ് ഒക്കെ അയക്കും. പണ്ട് ഇങ്ങനെ പറഞ്ഞല്ലോ. ഓക്കെ, ഇത് ഏത് സമയത്താണ് പറയുന്നത്? രാവിലെ ഒരുങ്ങ നിർത്ത് കാണാം, അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. എന്തിനാ നടക്കും? ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. ചുമ്മാ ഒരു കാര്യമില്ല, വെറുതെ അങ്ങോട്ടും നടക്കും. കാലം ചിലങ്കേടും. ആ ചിലങ്കേട് നടക്കുന്നത് ഞാൻ എന്തായാലും ഞാൻ ഇതിനൊന്നും വഴക്കെന്ന് പിന്നെ വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് പരിഭവങ്ങളാണ് എന്റെ, വഴക്കല്ല. അതായത് എനിക്ക് വഴക്കായിട്ട് തോന്നുള്ളൂ. ഇപ്പൊ പറഞ്ഞ പോലെ കാരണം നമുക്ക് എപ്പോഴും ഒരു അപ്സ് ആൻഡ് ഡൗൺസ് എപ്പോഴും ജീവിതത്തിൽ വരുമല്ലോ. അപ്പൊ ആ സമയത്ത് എപ്പോഴും അദ്ദേഹം എനിക്ക് എന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. ആക്ച്വലി മോട്ടിവേറ്റ് ചെയ്യാനും സീരിയസ്ലി ഉണ്ടായിരുന്നു. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു പോവാം. ഇന്ന് വളരെ ഹാപ്പി ആയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ആൻഡ് സ്വാസിക ആൻഡ് പ്രേം, ഹലോ, വെൽക്കം. താങ്ക് യു. നമസ്കാരം. അതെ, അപ്പൊ ഓണമായിട്ട് ഞങ്ങൾക്ക് നല്ലൊരു ഇന്റർവ്യൂ കിട്ടാൻ പോകുന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് തുടങ്ങാം. സോ ഹൗ യു, എങ്ങനെ ഉണ്ടായിരുന്നു ഓണം? പറയൂ. ഓണം നമ്മുടെ ആദ്യത്തെ ഓണമായിരുന്നു. അതെ. അപ്പൊ ആദ്യത്തെ ഓണം ഇദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ വന്ന് സെലിബ്രേറ്റ് ചെയ്തു. എല്ലാ കുടുംബാംഗങ്ങളും എല്ലാ റിലേറ്റീവ്സും കസിൻസും വന്ന് നമ്മള് സദ്യ കഴിച്ചു. ഓണക്കളികള്, ഉറിയടി, ലെമൺ സ്പൂൺ റേസ്, തിരുവാതിര, പിന്നെ സുന്ദരിക്ക് പൊട്ട് തൊട്ട് അത്യാവശ്യം കുറച്ചൊരു നല്ല ഗെയിംസും ഇതൊക്കെ ആയിട്ട്. നിങ്ങളുടെ ഫസ്റ്റ് ഓണം അല്ലേ, അത് എപ്പോഴും ഒരു സ്പെഷ്യൽ അല്ലേ? അതുകൊണ്ടാണ് അത് ഒരു സ്പെഷ്യൽ ആക്കണം എന്നുള്ളത്. എനിക്ക് പൊതുവെ ഇങ്ങനെയാണല്ലോ, ആഘോഷങ്ങളൊക്കെ കുറച്ച് സ്പെഷ്യൽ ആക്കണം. അപ്പൊ ഫസ്റ്റ് ഓണം എന്ന് പറയുമ്പോൾ വീണ്ടും അതൊരു സ്പെഷ്യലാണ്. പിന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നില്ല പ്രേമിന്റെ വീട്ടിൽ അങ്ങനെ ഓണം ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന, യൂഷ്വലി ഒരു സദ്യ മാത്രം കഴിച്ച് ഒതുക്കാണ് ചെയ്യാറ്. ഇങ്ങനെ ഭയങ്കര സെലിബ്രേഷൻ ഒന്നും നമ്മൾ പോകാറില്ല. അപ്പൊ അതെനിക്കറിയാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അവിടെയുള്ള എല്ലാവരും ഇങ്ങോട്ട് വിളിച്ച് മൊത്തത്തിൽ ഒരു എല്ലാവരും കൂടി ഒരുമിച്ചിട്ടുള്ള ഒരു ഓണം ആക്കണം, അതിങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അതെല്ലാം നന്നായിട്ട് ഭംഗിയായിട്ട് നടന്നു. ഫുഡില് വരെ എല്ലാം ഉണ്ടായിരുന്നു. ആൻഡ് ഞങ്ങള് നേരെ ഗിഫ്റ്റ് ഹാമ്പർ കൊടുക്കാൻ പോയപ്പോഴും സ്വാസിക അടുത്ത് സംസാരിച്ചപ്പോൾ സ്വാസിക പറഞ്ഞാണ്, ഞാൻ കാരണം എനിക്ക് പ്രേമിനെ അറിയാവുന്നത് കൊണ്ട് പ്രേമിന്റെ കാര്യങ്ങൾ അവിടെ ചർച്ചയിൽ വന്നപ്പോൾ സ്വാസിക പറഞ്ഞു, എന്തായാലും ഇനി അടുത്തൊരു ഇന്റർവ്യൂ ഉറപ്പായിട്ടും വേണം. ഞാൻ ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞുള്ളൂ വെറുതെ, എന്തായാലും അപ്പൊ ശംഭുവിനെയും പ്രേമിനെ എന്തായാലും മീറ്റ് ചെയ്യിപ്പിക്കണം, കുറെ പഴയ കഥകൾ ചുരുളഴിയാനുണ്ട്. കറക്റ്റ് ആയിട്ട് അതങ്ങ് ഒത്തു വന്നു, ഇത്ര പെട്ടെന്ന്. അതിനൊക്കെ മുമ്പ് ഞാൻ ചോദിക്കുന്നു, അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കേൾക്കുന്ന ഒരു ന്യൂസ് എന്ന് പറയുമ്പോൾ മാരേജ് എന്നുള്ളൊരു പരിപാടിയാണ്. ഓൾറെഡി വളരെ ക്ലോസ് സർക്കിൾ ആയിട്ടുള്ളവർക്ക് അറിയാമായിരുന്നു, എങ്കിലും പബ്ലിക്കലി അത് നമ്മൾ ആ ന്യൂസ് കേൾക്കുമ്പോൾ ഷോക്ക്ഡ് എന്നുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ശരിക്കും നിങ്ങൾ പലയിടത്തും സിംഗിളായിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. സ്വാസിക സിംഗിളായിട്ട് തന്നെ ഇരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോൾ പ്രേം തന്നെ ഇരിക്കുമ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും രണ്ടുപേരുടെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, ഇതൊരു ശരിക്കും ഒരു ഓട്ടോമാറ്റിക്കലി ഹാപ്പൻ ചെയ്ത് ആ ഒരു ഫ്ലോയിൽ ഹാപ്പൻ ചെയ്തൊരു ലവ് എന്ന് വേണമെങ്കിൽ പറയത്തില്ല, ഒരു അൺടോൾഡ് ലവിനെ അങ്ങനെ ഒരു ലവ് തന്നെ ആയിരുന്നു പ്രേം? അങ്ങനെ തന്നെ ആയിരുന്നു. കാരണം നമ്മള് ഒരു ആദ്യമേ കണ്ടപ്പോൾ തന്നെ എന്താ ഒരു ഭയങ്കര ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നില്ല. നമ്മൾ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി നമ്മുടെ സ്വഭാവങ്ങളും നമ്മുടെ ഓൾമോസ്റ്റ് കരിയർ ഇൻട്രസ്റ്റും അതാണ് നമ്മൾ തമ്മിൽ അങ്ങോട്ടൊരു ഇത് തോന്നിയത് അല്ലേ, സിങ്ക് വന്നത്. ആക്ച്വലി പറഞ്ഞോ, നിന്റെ ഭാഗം പറയൂ. ഞാൻ പറയാം, കുഞ്ചു പറ. കാരണം പ്രേമിനെ സംബന്ധിച്ചാണെങ്കിലും
പ്രേം ഒരു ഹീസ് എ വെരി ചൂസി പേഴ്സൺ എന്ന് വേണമെങ്കിൽ തീർച്ചയായിട്ടും പറയാം. ഇപ്പം ഒരുപാട് ഫിൽറ്ററുകൾ വെച്ചില്ലെങ്കിൽ പോലും ഒരു കൈൻഡ് ഓഫ് ഒരു ഫിൽറ്റർ പോപ്പ് വെച്ചിട്ട് ആൾക്കാരെ സെലക്ട് ചെയ്യുന്ന ഒരാളാണ് പ്രേം. അപ്പോൾ വെൻ യു സെലക്ട് യുവർ പാർട്ട്ണർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന് കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ കണ്ട് പരിചയപ്പെട്ട ഒരു പോയിന്റ് ഓഫ് ടൈമിലായിരിക്കും തോന്നിയത് ഷീസ് മൈ ഗേൾ എന്ന്. അത് കുറേ കാലം ഫ്രണ്ട്സ് ആയിട്ടിരുന്ന് വർക്ക് ചെയ്തു, പിന്നെ ഫ്രണ്ട്സ് ആയി. അതെങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു സ്റ്റേറ്റസ് എന്ന് പറയുമ്പോൾ? അല്ല, ആക്ച്വലി ഞാൻ പറയട്ടെ, സ്വാസിക മീറ്റ് സമയത്ത് ഐ തിങ്ക് ഷി ഹസ് വൺ ദ സ്റ്റേറ്റ് അവാർഡ് ആ ടൈമിൽ. അപ്പം ഐ ഹാഡ് ലോട്ട് ഓഫ് റെസ്പെക്ട് ടു ഹർ. അപ്പം ഞാൻ ആക്ച്വലി ആ സീരിയലിൽ ഒരു റീപ്ലേസ്മെന്റ് ക്യാരക്ടറാണ് എത്തിയത്. അപ്പം സ്വാസികയുടെ ഓപ്പോസിറ്റ് അഭിനയിക്കുമ്പോൾ എനിക്ക് പേടിയാണ് ആക്ച്വലി. കാരണം ഇത്രയും വലിയൊരു ആക്ട്രസ് അദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റ് പോയി അഭിനയിക്കുന്ന ഞാൻ ആക്ച്വലി പേടിച്ചിരുന്നു അഭിനയിച്ചത്. ആക്ച്വലി എനിക്ക് ഫസ്റ്റ് ഡേ തന്നെ കുറേ സീൻസ് നമുക്ക് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ കുറേ സീൻസ് നമുക്ക് ഉണ്ടായിരുന്നു. അപ്പം എല്ലാം ഞാൻ പേടിച്ചാണ് ചെയ്തത്. പക്ഷേ എക്സൈറ്റ്മെന്റ് ടെൻഷനാണ് മെയിൻലി. അപ്പം പക്ഷെ അതിന് ശേഷം നമ്മൾ സംസാരിച്ചു തുടങ്ങി. സംസാരിച്ചപ്പോഴാണ് ഓക്കെ, എത്രയും ജാടയൊന്നും ഇല്ല, സാധാരണ ഒരാളാണ്, പാവമായിട്ടൊരു ആളാണ്, അത്ര ഡൗൺ ടു എർത്ത് ആണ് ഒരു. അതിനുശേഷം നമ്മൾ കുറേ സംസാരിച്ചപ്പോഴാണ് നമ്മുടെ കുറേ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് അങ്ങോട്ടും ഇങ്ങോട്ട് പറയുന്നു, സിനിമയെ പറ്റി പറയുന്നു. ഇങ്ങനെയൊക്കെ സംസാരിച്ച് വരുമ്പോഴാണ് നമ്മളിങ്ങനെ ഒരു ഭാര്യ ആകാം, അറ്റ്ലീസ്റ്റ് ഫ്രണ്ട്സിനെക്കാളും കൂടെ ഐ തിങ്ക് ഷീസ് എ വൈറ്റ് മെറ്റീരിയൽ ഫോർ മീ എന്ന് എനിക്ക് മനസ്സിൽ തുടങ്ങി. എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞു തുടങ്ങി. അപ്പം അതെ, ഐ ആക്ച്വലി ടോൾഡ് ഹർ അബൌട്ട് ദാറ്റ്. ഞാൻ പറഞ്ഞു, ഇല്ലേ പറഞ്ഞില്ലേ? ഇപ്പം പറയുന്നില്ലല്ലേ? ഭാര്യയല്ലോ, ഇപ്പം പറയണ്ടല്ലോ. പണ്ടത്തെ സ്വാഗ് ഒക്കെ തിരിച്ചു വരുന്നു കേട്ടോ നമ്മുടെ. അത് ശരിയാ, ഇപ്പൊ ഒന്നും പറയുന്നില്ലല്ലോ. ഞാൻ പ്രശ്നം പറയുന്നില്ല. അപ്പോൾ ആ സമയത്ത് പറയാറുണ്ടായിരുന്നു. ആ സമയത്ത് അയ്യോ അതെല്ലാരും ഉള്ളതായിരിക്കും. പ്രേമിക്കുന്ന സമയത്ത് ഭയങ്കര കൊഞ്ചലാണല്ലോ. അപ്പൊ ഞാൻ വിചാരിക്കും ഇങ്ങനത്തെ ഒരാളായിരിക്കും എപ്പോഴും. പക്ഷെ അതാണ് ഞാൻ ചോദിച്ചത്, കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ സംസാരം കുറവാണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കാണുന്ന സമയത്ത് അത്ര സംസാരം കുറവോ അല്ലെങ്കിൽ അങ്ങനെയായിരുന്നില്ല. പിന്നെയാണ് സീരിയസിന്റെ ലെവൽ ഇങ്ങനെ കൂടി വന്നത്. പക്ഷെ അല്ല, പ്രേമം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് കോളേജിൽ പഠിക്കും എല്ലാവരുടെ അങ്ങനെ സംസാരിക്കാൻ കംഫർട്ട് സോണിലുള്ളവരുടെ അടുത്ത് ഷി ടോക്ക് എ ലോട്ട്. ഇരുന്ന് വളരെ കൃത്യമായ കാര്യങ്ങൾ ചർച്ചയിൽ ഏർപ്പെടാൻ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. ചർച്ചയിൽ ഏർപ്പെടാൻ ഇഷ്ടം. പക്ഷെ നമുക്ക് ചർച്ച ചെയ്യാൻ ഇഷ്ടമല്ലല്ലോ. എനിക്ക് പ്രത്യേകിച്ച് വേറെ ടോപ്പിക് ഒന്നും അങ്ങനെ പറയാനുള്ള ഒരു അറിവില്ല. സ്പോർട്സിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റില്ല, പൊളിറ്റിക്സ് ചർച്ച ചെയ്യാൻ പറ്റില്ല, ട്രേഡിങ് ആൾക്ക് ഇഷ്ടമാണ്, അതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്, അപ്പൊ എങ്ങനെയായിരിക്കും ഒരു പാർട്ട്ണറെ ചൂസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും എന്നെ ചൂസ് ചെയ്തത്? എന്തുകൊണ്ടാണ്? കാരണം ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും ഞാൻ ഒരു സംസാരിക്കാനില്ല. ഒരു ബുക്ക്, കുഞ്ചു നന്നായിട്ട് ബുക്സ് വായിക്കും, അതും ഇംഗ്ലീഷ് ബുക്കുകളെ കുറിച്ചിട്ട് ഒരു അറിവുമില്ല. ഇനി സിനിമകളാണെങ്കിലും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സിനിമയുടെ ജോണേഴ്സ് ഒക്കെ വ്യത്യാസമാണ്. പക്ഷെ എനിക്ക് കൂടുതൽ ഹോളിവുഡ് സിനിമയെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് അറിയില്ല. ചിലപ്പോൾ ഞാൻ കാണുന്നുണ്ടാവും, പക്ഷെ അതിനെ കുറിച്ച് ഒരു സംസാരിക്കാൻ എനിക്ക് പറ്റില്ല. പക്ഷെ കുഞ്ചുവിന് അതൊക്കെയാണ് ഇഷ്ടം. അപ്പൊ ചോദിച്ചു പിന്നെ എന്തിന് അതതിനെ പറഞ്ഞു, ഒരു വൈഫ് മെറ്റീരിയൽ ആയിട്ട് എനിക്ക് തോന്നിയത് പറഞ്ഞു. അത് നമ്മള് നിന്റെ അറിവ് വേണം നിർബന്ധമില്ലല്ലോ. മാത്രമല്ല നമുക്ക് നമ്മളൊരു കെമിസ്ട്രി ഉണ്ടായിരുന്നു, ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായിരുന്നു. ലൈക്ക് ഷി വാസ് ഓൾവേസ് ദേർ വെൻ ഐ ഡ്യൂറിങ് മൈ ഡൗൺസ്. കാരണം നമുക്ക് എപ്പോഴും ഒരു അപ്സ് ആൻഡ് ഡൗൺസ് എപ്പോഴും ജീവിതത്തിൽ വരുമല്ലോ. അപ്പോൾ ആ സമയത്ത് എപ്പോഴും അദ്ദേഹം എനിക്ക് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. ആക്ച്വലി ലൈക്ക് മോട്ടിവേറ്റ് ചെയ്യാനും സീരിയസ്ലി ഉണ്ടായിരുന്നു പല കാര്യം. ഈവൻ വർക്ക് ഇല്ലാത്ത സമയങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം ഈവൻ നമ്മളെ ഈ ഒരുമിച്ച് വർക്ക് ചെയ്ത സീരിയലിന് ശേഷവും എനിക്ക് കുറെ ഗ്യാപ്പ് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തും കുറെ ഒബ്വിയസ്ലി നമുക്ക് അറിയാമല്ലോ ഉണ്ടാവുള്ളൂ. സോ ആ സമയത്തെല്ലാം ഇദ്ദേഹം എനിക്ക് എപ്പോഴും സപ്പോർട്ടേ ചെയ്തിട്ടുള്ളൂ. അപ്പം ഇതൊക്കെയാണല്ലോ നമുക്ക് എപ്പോഴും ഒരു വൈഫ് മെറ്റീരിയൽ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കൂടെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പം വഴക്കുണ്ടാക്കുവാണെങ്കിൽ പോലും നമ്മളത് വീണ്ടും വഴക്ക് എല്ലാവരും ഉണ്ടാവും, ഉണ്ടാക്കിയില്ലെങ്കിൽ അല്പം ഉണ്ടാവുന്നുണ്ട്. അതാണ് അതല്ലേ വഴക്കുണ്ടാവുള്ളൂ. ഞാൻ ഇതിനൊന്നും വഴക്കെന്ന് പിന്നെ വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് പരിഭവങ്ങളാണ് എന്റെ, വഴക്കല്ല. അതായത് എനിക്ക് വഴക്കായിട്ട് തോന്നുള്ളൂ. ഇപ്പൊ പറഞ്ഞ പോലെ നീ എന്റെ പൊന്നാണ് ചക്കരയാണെന്നൊക്കെ അന്ന് പറഞ്ഞു. പക്ഷെ അപ്പൊ ഞാൻ ചോദിക്കാം, അപ്പൊ ഇപ്പൊ എന്താ പറയാത്ത? പറയത്തില്ലേ ഒരു പൊന്നാന്ന് പറഞ്ഞു. എന്റെ പൊന്നല്ലേ ചക്കരയല്ലേ? ചക്കരയല്ലേ കിട്ടിയല്ലോ. ഇനി അടുത്തോടെ ചോദിക്കാം. അടുത്ത ഓണം വരെ ഉള്ളതായി. അതുപോലെ എന്റെ ഇടയ്ക്ക് ആ സമയത്ത് പ്രേമിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ മെസ്സേജുകൾ അയക്കുമ്പോ ഇങ്ങനെ എന്തൊക്കെയോ എന്താ ഐ എം സോ ലക്കി അങ്ങനെ എന്തൊക്കെയോ അയക്കും. അപ്പൊ ഞാൻ ഇപ്പൊ ഒന്നും അങ്ങനത്തെ മെസ്സേജേ വരുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ച് ഞാൻ ചോദ്യം ചോദിക്കുമ്പോഴേക്കുമാണ് ഈ വഴക്കുണ്ടാവുന്നത്. ഞാൻ അന്ന് പറഞ്ഞല്ലോ, ചുമ്മാ ഒരു എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെ ചൊറിഞ്ഞിരിക്കും. പിന്നെ ഇന്നലെ തന്നെ സെറ്റ് കൊടുത്തിട്ട് രാവിലെ മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ മുമ്പിൽ തേരപ്പാറ നടക്കുകയാണ്. പക്ഷെ ഒന്നിങ്ങനെ നിർത്തിയിട്ട് കൊള്ളാലോ അങ്ങനെ ഇല്ല. ചോദിച്ചു കഴിയുമ്പോ എങ്ങനെയുണ്ടായിരുന്നു കുഞ്ചു, എങ്ങനെയുണ്ട് കുഞ്ചു എന്ന് ചോദിക്കുമ്പോ നന്നായിട്ടുണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട് എന്ന് പറയും.
ആ ഒരു വാക്കിൽ തന്നെ അതെ ഫുൾ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നു. അതാണ്. പക്ഷേ you need that. അതെ. എക്സ്ട്രാ വേണം, അതെ ഡിസ്ക്രൈബ് ചെയ്ത് വേണം പറഞ്ഞു. ഡിസ്ക്രൈബ് ഈ കമ്മല് ഈ മാല. അതായത് സ്വാസിക മൈൻഡിൽ ഓർക്കുന്നത് ഇങ്ങനെ, സ്വാസിക വരുന്നു, ഓക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നു കുഞ്ചു, ഹേയ് യു നോ വാട്ട് യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ, ഇത് കൊള്ളാൽ, അതല്ലേ അതാണ് ഉദ്ദേശിക്കുന്നത്. ആ മുടി നോക്കട്ടെ, ഇന്ന് മുടി ഇങ്ങനെ കിട്ടി, ആ രസമുണ്ട്, ഇങ്ങനെ മുടി കിട്ടിയാൽ മതി. പക്ഷെ പണ്ട് പറയായിരുന്നു. അപ്പൊ ഞാൻ ഉടനെ തന്നെ പഴയ മെസ്സേജ്, കഴിഞ്ഞ വർഷം ഓണത്തിന് പ്രേമിക്കുന്ന സമയത്ത് ഓണത്തിന് എന്താ പറഞ്ഞത് നോക്കൂ. പണ്ട് പറയുമായിരുന്നു. ആ ചാറ്റ് ഡിലീറ്റ് ചെയ്യുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. ശരിയാ. മിഥുനും സിനിമയിൽ കത്ത് പോലെ ഞാൻ ചാറ്റാണ് അയച്ചു കൊടുക്കുന്നത്. അന്നത്തെ വോയിസ് ഒക്കെ അയക്കും. പണ്ട് ഇങ്ങനെ പറഞ്ഞല്ലോ അല്ലേ. ഓക്കെ, ഇത് ഏത് സമയത്താണ് പറയുന്നത് ഇങ്ങനെ ശ്വാസം ഇങ്ങനെ കുഞ്ചു ഇതൊന്ന് കേട്ടു നോക്കിയേ, കുഞ്ചു ഉടനെ ഇരുന്ന് കേൾക്കുന്നു, മുത്തേ അത് അത് കേൾക്കുമ്പോ കുഞ്ചിനാണോ ഇത് ഞാൻ ഞാനാ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞതല്ലേ. സ്റ്റിൽ ദേർ. പക്ഷെ അത് വേറൊരു ടൈം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ, എങ്ങനെയെങ്കിലും വളക്കണമല്ലോ. അതെ, മാറ്റി ടോപ്പിക് മാറ്റി. അപ്പൊ ഞാൻ നോക്കുമ്പോ എനിക്ക് തോന്നുന്നു എല്ലാ ആണുങ്ങളും മേ ബി അങ്ങനെ ആയിരിക്കും. കൂടുതൽ ആൾക്കാരും പണ്ടത്തെ പോലെ അവരിങ്ങനെ ഇവോൾവ് ചെയ്ത് വരുമ്പോൾ കൊഞ്ചൽ കുറയുന്നതായിരിക്കും. പക്ഷെ പെൺകുട്ടികൾ കുറച്ച് കൊഞ്ചൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഈ ഫസ്റ്റ് പറഞ്ഞ ഒരു ടോപ്പിക്, അതായത് നമ്മൾ ഈ ഓപ്പോസിറ്റ് പോൾസിലുള്ള ആൾക്കാർ, ഇപ്പൊ സ്വാസികയും ആൻഡ് പ്രേം തമ്മിൽ നോക്കുമ്പോൾ ഒരു ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആയിരിക്കാം, റൈറ്റ്? പക്ഷെ ചില ആൾക്കാർ പറയും സെയിം വൈബുള്ള ആൾക്കാരാണ് സെറ്റ് ആവുന്നത്, ഒരു കൂട്ടം ആൾക്കാർ പറയും, ശരിയല്ലേ? അതേ സമയത്ത് ഒരു കൂട്ടം ആൾക്കാർ പറയും ഓപ്പോസിറ്റ് പോൾസിൽ നിൽക്കുന്നവരെ അട്രാക്ട് ചെയ്യാൻ ഈസിയാണ്, അല്ലെങ്കിൽ ഒരുപാട് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തി, ഒരു ഹൈപ്പർ ബട്ട് ആക്റ്റീവ്, വെരി ആക്റ്റീവ് ആയിട്ടുള്ള പേഴ്സണും പക്ഷെ ക്വയറ്റ് ആയിട്ടുള്ള പേഴ്സണും തമ്മിൽ ഭയങ്കര സിങ്ക് ആവുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ടുപേരുടെയും ഒപ്പീനിയൻ ചോദിക്കുന്നുണ്ട്. ഫസ്റ്റ് പ്രേമ, എപ്പോഴും ഓപ്പോസിറ്റ് എന്ന് പറയുന്നുള്ളൂ. കാരണം എനിക്ക് എന്റെ വീട്ടിൽ എന്റെ ചേട്ടൻ തന്നെ എക്സാമ്പിൾ ആണ്. ചേട്ടൻ ഇസ് ലൈക്ക് എക്സ്ട്രീംലി എക്സ്ട്രോവേർട്ടഡ് and I am extremely introverted. ഞാൻ ഈ ഫീൽഡിൽ കയറിയ ശേഷം ഇത്രയും സംസാരിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ ഞാൻ സംസാരിക്കത്തില്ല, ഏതിന് മൂല പോയി ഇരിക്കാൻ നോക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ. സോ ആ സമയത്തിന് ഞാനും ചേട്ടൻ നമ്മൾ എപ്പോഴും നല്ല കെമിസ്ട്രി ഉണ്ട്, എപ്പോഴും ലൈക്ക് ഗിവ് ആൻഡ് ടേക്ക് എപ്പോഴും ഉണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടി അവൻ സംസാരിക്കും, അവൻ എന്തെങ്കിലും ഡിസിഷൻ എടുക്കണമെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കും. ശരി. സോ ഞാൻ എൻ്റെ പാർട്ട്ണർ തിരഞ്ഞെടുത്തപ്പോഴും അതിന് നോക്കിയത് അല്ലേ. സി ഷീ ഈസ് ഓൾസോ ലൈക്ക് എക്സ്ട്രോവേർട്ടഡ്. കാരണം ഇപ്പം ശംഭു പറഞ്ഞ ഹൈപ്പർ ആയിട്ടുള്ള ആളാണ്, ഭയങ്കര ഹൈപ്പർ ആളാണ്. ഞാൻ ആണെങ്കിൽ അതുപോലെ ചുമ്മാ ഇനി എന്ത് രാവിലെ ഒരുങ്ങ നിർത്ത് കാണാം, അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. എന്തിനാ നടക്കും ഞാൻ നോക്കിക്കൊണ്ടിരിക്കും, ചുമ്മാ ഒരു കാര്യമില്ല, വെറുതെ അങ്ങോട്ടും നടക്കും. എന്തിനാ പോകുന്നത് എനിക്ക് പറയുന്നില്ല. ഞാനാണെങ്കിൽ എന്തിനാ പറ്റിയേ, എനിക്ക് ഉറങ്ങാൻ സമയത്ത് ഇവിടെ കാല ചിലങ്കേടും, ആ ചിലങ്കേട് നടക്കുന്നത് ഞാൻ ഉറങ്ങാൻ എന്തായാലും അതിട്ട് നടക്കും. ഞാൻ ഉറങ്ങാൻ സമ്മതിക്കില്ല. ഇവിടെ 5 ദിവസം ഊരി വെച്ച് എന്തെങ്കിലും ചെയ്യും. അലീനെ എങ്ങനെയെങ്കിലും വേക്കപ്പ് ചെയ്തിട്ട് കൊള്ളാം എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയാണ് റെഡി ആയിട്ടില്ല, ചുമ്മാ ഇരിക്കുക, ചുമ്മാ അങ്ങോട്ട് നടക്കുകയാണ്. ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴാണ് ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു തോന്നൽ. ഇപ്പൊ എന്റെ റൂമിലാവുമ്പോ ഞാൻ എണീക്കുന്നു, ചാടി കട്ടിൽ നിന്ന് എണീക്കും. അപ്പൊ ഇപ്പൊ ഓപ്പോസിറ്റുള്ള ഒരാൾ ഉറങ്ങാടി നമ്മൾ ചാടി എണീറ്റ് കഴിഞ്ഞാൽ അയാൾ അയ്യോ എന്താ എന്ന് വിചാരിക്കും. ഞാൻ ഉറക്കത്തിൽ പെട്ടെന്ന് എണീക്കുന്ന ആള്, ചെറിയ സൗണ്ട് ഞാൻ എണീക്കും. അപ്പം അത് ഭയങ്കര കോൺഷ്യസ് ആയിട്ട് വേണം ഇപ്പൊ എണീക്കാൻ. ഇനിയിപ്പോ പതുക്കെ എണീക്കണം. എന്റെ ഈ ചെലങ്ക, എന്നിട്ട് ഇപ്പൊ ഞാൻ ചെലങ്ക ഊരി ആദ്യം ടേബിളിൽ വെച്ചിട്ട് പിന്നെ പതുക്കെ നടക്കും. അതായത് ഒരു ഉറക്കം ഡിസ്റ്റർബ് ചെയ്യരുത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മുമ്പെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ നമ്മൾ റെഡി ആവുകയാണെങ്കിൽ ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് റെഡി ആവുന്ന ഒരു സ്വഭാവം ഇല്ല. ആദ്യം സാരി ഇവിടെ നിന്ന് എടുത്തിട്ട് പിന്നെ അങ്ങോട്ട് പോയി, പിന്നെ വള ഇടുമ്പോ തന്നെ ഒരു 2-3 നടത്തം ഇങ്ങനെ നടും. അങ്ങനെ നടന്നാണ് ഒരുങ്ങുന്നത്. മൂവ്മെന്റ് ആൻഡ് ആക്റ്റീവ് പേഴ്സൺ എപ്പോഴും ഇങ്ങനെയാണ്. മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ കണ്ണെഴുതുന്ന അടുത്ത വേറെ സ്ഥലത്തായിരിക്കും. അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ ഒരാൾ ഉറങ്ങുകയാണല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇപ്പൊ ചില സമയത്ത് തെറ്റും, ചില സമയത്ത് ആ ഒരു കോൺഷ്യസ് അങ്ങനെ വെച്ചാണ് ഡോറ്. ഞാൻ വേഗം റെഡി ആയി കഴിഞ്ഞിട്ട് വേഗം ഡോർ അടച്ചിട്ട് പോവാം. ഡോർ അത് അടച്ചു പോണം, അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ നമ്മള് പ്രേമിക്കുന്ന സമയത്ത് നമുക്ക് തോന്നില്ല ഇതൊക്കെ ചെയ്യുന്നത്. അതൊരു പോയിന്റ് ആണ്. കാണുമ്പോ ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ഇതൊന്നും നമ്മൾ പ്രേമിക്കുന്ന സമയത്ത് ഡിസ്കസേ ചെയ്യില്ല. ഞാൻ പെട്ടെന്ന് എണീക്കണം, ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന ആളാണ്, അതുകൊണ്ട് നീ മന്ദം നടക്കണം എന്നൊന്നും നമ്മൾ പറയില്ലല്ലോ. പക്ഷെ അങ്ങനത്തെ കുറെ കാര്യങ്ങള്. അതുപോലെ പ്രേമം എപ്പോഴും വെള്ളം കുടിക്കും. അപ്പൊ എപ്പോഴും വെള്ളം ബോട്ടിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് അവിടെ റൂമിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഞാനാണെങ്കിൽ വിചാരിക്കും ഒരു ബോട്ടിൽ വെള്ളം ഉണ്ടല്ലോ, നീ ഇപ്പൊ എന്തിനാ ഇനി അടുത്ത ബോട്ടിൽ ഇപ്പൊ എടുക്കുന്നത്, നാളെ മതിയല്ലോ. ഒരു 2 മണിക്കൂർ കഴിയുമ്പോ ആ ബോട്ടിൽ തീരും. അപ്പൊ
അപ്പൊ ഓക്കെ തന്നെ പോയി എടുക്കും, പക്ഷെ നമ്മൾ കാണുന്ന സ്ഥിതിക്ക് നമ്മൾ പോയി എടുത്ത് കൊടുക്കണമല്ലോ. അപ്പൊ അങ്ങനെ കൊടുക്കണം. അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്നത്. ഒരു ചിട്ട വന്നല്ലോ ലൈഫിൽ. ചിട്ടയിലേക്കാളും ഉപരി ഓക്കെ വേറൊരു ആളുടെ എന്താണ് എന്നുള്ള രീതിയും കൂടിയിലേക്ക് ഒന്ന് അതെ കൺസേൺ, വേറൊരാളുടെ ആളോടുള്ള ഒരു കൺസേണും ഇപ്പം ഈക്വലി പാരലി കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെയാണല്ലോ ലൈക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവുമ്പോൾ ശേഷം നമ്മൾ അഡാപ്റ്റ് ചെയ്ത് തുടങ്ങുന്നത്. കാരണം ഞാനിപ്പം ഇദ്ദേഹത്തിന്റെ സ്പീഡ് അഡാപ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ ഇറങ്ങി പോവാ, ചേഞ്ച് കൊണ്ട് കേട്ടോ സത്യം. എങ്ങോട്ട് പോവാ, എങ്ങോട്ട് പോകുന്ന രാവിലെ 5 മണിക്ക് എണീച്ച് പോവാം. ഓക്കെ ഞാനും കൂടെ പോവാം. എങ്ങോട്ടാ പോകുന്നത് ആക്കറിയാം, എങ്ങനെ ഇറങ്ങി പോവാ, ഏതൊക്കെയോ സ്ഥലത്ത് പോവാണ്. സത്യം പറഞ്ഞ കഴിഞ്ഞിപ്പോ കല്യാണം കഴിഞ്ഞിപ്പോ 6 മാസം 7 മാസമായി. ഈ 7 മാസത്തിൽ ഈ കഴിഞ്ഞ മാസത്താണ് നമ്മൾ കുറച്ച് ദിവസം എന്റെ വീട്ടിൽ നിന്നത്. അതിനു മുമ്പ് എല്ലാ മാസവും എവിടെയെങ്കിലും പോകും. ഇപ്പൊ ഇവൾക്ക് ഷോ ആണെങ്കിൽ ഞാൻ കൂടെ പോകും, ടൂർ പോയി, ഇവൾക്ക് പരിപാടി അങ്ങോട്ടും ചുമ്മാ ട്രാവൽ ചെയ്തിരിക്കുകയാണ്. ചുമ്മാ അല്ല അറ്റ്ലീസ്റ്റ് കാര്യത്തിലാണോ കാര്യങ്ങൾ പോകുന്നത്, പക്ഷേ ഇങ്ങനെ ട്രാവൽ ചെയ്തിരിക്കും. നമുക്കൊരു ടൈം കിട്ടുന്നില്ല പല കാര്യത്തിലും. ഈവൻ ഇതാണ് നമ്മുടെ ആക്ച്വലി ഫസ്റ്റ് ഒഫീഷ്യൽ ഇന്റർവ്യൂ. എക്സാക്ട്ലി അല്ലേ, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഫസ്റ്റ് ഒഫീഷ്യൽ, അതും നമ്മളെല്ലാവരും പരിചയമുള്ള ആൾക്കാരോട് ഇരിക്കുമ്പോൾ ഒന്നും സമയം കിട്ടുന്നില്ല ശരിക്കും പറഞ്ഞത്. ഇപ്പം അതാണ് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ അഡാപ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. കാരണം എനിക്ക് എന്താ വെച്ചാൽ ഒരു ഇത് ഇന്നിപ്പം ഞാൻ നമ്മൾ മുന്നേ ആയിരുന്നെങ്കിൽ ഈ ഇന്റർവ്യൂ ഒരു മണിക്കൂർ എനിക്ക് കിട്ടിയ ഞാൻ ഓടി വന്ന് ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ്. എങ്ങനെയെങ്കിലും ഞാൻ ടൈം മാനേജ് ചെയ്ത്, അപ്പൊ ആ സ്പീഡിലേക്ക് ഇദ്ദേഹത്തിന് വരാൻ ആദ്യം ഒന്നും പറ്റില്ലായിരുന്നു. അതായത് ഒരു ദിവസം ഒരു ജോലി അല്ലെങ്കിൽ 2 ജോലി, ഒരു ഷൂട്ട് അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ, ഇത് രണ്ടും കൂടി പറ്റുള്ളൂ. പക്ഷെ ഒരു ദിവസം തന്നെ ഷൂട്ട് ചെയ്യുക, പിന്നെ ഇന്റർവ്യൂവിന് പോവാ, പിന്നെ തിരിച്ച് അടുത്ത വീട്ടിലെ ഹൗസ് വാമിങ്ങിന് പോവാ, അത് പറ്റില്ല. പക്ഷെ എനിക്കത് പറ്റും. അതിപ്പോ ഏകദേശം പഠിച്ചു വരുന്നുണ്ട്. അതായത് പ്രേമിന് വന്ന ഇപ്പൊ 6 months 7 months ആയത് വന്ന ഒരുപാട് ചേഞ്ചസ് സ്വാസികയ്ക്കും വന്നിട്ടുണ്ടാവും, പ്രേമിനും വന്നിട്ടുണ്ടാവും. ആഫ്റ്റർ മാരേജ് ഷുവർ ആയിട്ട് അത് വരുമല്ലോ. വേറെ ആളുടെ കൂടെ നമ്മൾ നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുട്ടി ചേഞ്ചസ് അല്ലെ, ആ ഒരു ശീലമായിരിക്കാം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ ടോപ്പ് ലിസ്റ്റിൽ ഒരു 1 2 3 ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും? പ്രേമിന് മേ ബി കൂടുതൽ ആക്റ്റീവ് ആയെന്നായിരിക്കാം. ആക്റ്റീവ് ആവുന്നേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ലൈക്ക് ടു ബി മോർ കൺസിഡറേറ്റ് ടു ഹർ. കാരണം ഇപ്പൊ പരിഭവം പറയുന്ന ഒരാളുണ്ട്, പറഞ്ഞില്ലോ. ഇപ്പൊ ഞാനിപ്പോ വെളിയിൽ പോവാണെങ്കിൽ ചിലപ്പോൾ മെസ്സേജ് അയക്കും, വിളിക്കാൻ മറക്കും. അതല്ല വഴക്കും, ഇത് പരിഭവം പറയാറുണ്ട്, പരിഭവം പറയാറുണ്ട്. ഇപ്പൊ ഞാൻ ഇപ്പൊ ശ്രദ്ധിക്കാണ്, ഞാൻ വെളിയിൽ പോകുമ്പോൾ ഓക്കെ മെസ്സേജ് അയക്കണം. ഞാൻ മെസ്സേജ് അയക്കാതിരിക്കുന്നില്ല, ബട്ട് ഫ്രീക്വൻസി ഓഫ് മെസ്സേജിങ് ഓർ കോളിംഗ് ഹാസ് ടു ബി എമൗണ്ട് ഓഫ് ടെക്സ്റ്റ്. അല്ലെങ്കിൽ കൂടുതൽ ആ സമയത്തും ഇദ്ദേഹത്തിന് ഒരു കെയർ വേണം. ഇവനിപ്പോ ഔട്ട്സൈഡ് വിത്ത് മൈ ഫ്രണ്ട്സ് എവിടെയാണെങ്കിൽ പോലും ഇദ്ദേഹത്തിന് ഞാൻ ഓർക്കുന്നുണ്ട് എന്നൊരു സംഭവം മനസ്സിലാണ്. അതല്ലേ ഉദ്ദേശിച്ചത്. അപ്പം അങ്ങനത്തെ അതൊരു മെയിൻ സംഭവം അതാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഗ്രാഫ് ഓഫ് പാമ്പറിംഗ് കുറച്ച് കൂടുതൽ വേണം. പാമ്പറിങ്ങിനേക്കാൾ ഉപരി അല്ല, കൺസിഡറേഷൻ ആണ് കൂടുതൽ വേണം. അതാണ് ഇപ്പം ഇപ്പോഴത്തെ പരിഭവങ്ങളിൽ ഒന്നതാണ്. അതായത് നമ്മളിപ്പം കുറെ നേരം ഒരു ആള് പുറത്താണ്, ഇപ്പൊ നമ്മൾ ഒരുമിച്ച് കാണുന്നത് വളരെ കുറച്ച് സമയമാണല്ലോ. അപ്പൊ ഷൂട്ട് കഴിഞ്ഞിട്ട് രാത്രി വരുന്ന മേ ബി ഒരു 10 മണിക്ക് റൂമിൽ വരുന്നു, 10 to 11:30 വരെ ഫോൺ സംസാരിച്ചിട്ട് പിന്നെ കിടന്നുറങ്ങും. കാരണം പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് 2 പേർക്കും എഴുന്നേറ്റ് പോകണം. അപ്പൊ ഷൂട്ടിന്റെ ഇടയിൽ പണ്ടാണെങ്കിൽ കുഞ്ചു എന്ത് ചെയ്യും, ഷൂട്ടിന്റെ ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ സമയത്ത് സിനിമ കാണും. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഇഷ്ടം. അല്ലെങ്കിൽ മിണ്ടാതെ ഇരിക്കും. പക്ഷെ ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്രേക്ക് ടൈമിൽ വേണം എനിക്ക് മെസ്സേജ് ചെയ്യാൻ, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യണം, എന്തായി, വിളിക്കണം, സംസാരിക്കണം. അതെല്ലാം പോയി, സിനിമയൊക്കെ പോയി, വീഡിയോ മാത്രമേ ഉള്ളൂ. സിനിമ കാണാൻ നിർത്തി. അതെന്തുകൊണ്ടാ? അപ്പൊ ആൾക്കാർ ഞാൻ ഭയങ്കര മറ്റതാണ് മറക്കാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഒരുമിച്ച് ഇല്ലാത്തോണ്ടാണ്. അപ്പൊ നമ്മള് ആ ഒരു ബ്രേക്കപ്പ് ഉച്ചയ്ക്ക് 1 മണി 1:30 എല്ലാ സെറ്റിലും, അത് ചെന്നൈ ആണെങ്കിലും കേരളത്തിലാണെങ്കിലും ഒക്കെ ഒരു ബ്രേക്ക് ടൈം ആയിരിക്കും. അപ്പൊ ആ ബ്രേക്കിനാണ് ഞാനും ഫ്രീ ഉള്ളൂ. അപ്പൊ ഈ ബ്രേക്ക് ടൈം മാത്രമേ നമുക്ക് സംസാരിക്കാൻ കിട്ടുള്ളൂ. പിന്നെ രാത്രിയേ പറ്റുള്ളൂ, പിന്നെ ഒരു 11 മണിയായിട്ട്. പക്ഷെ ആ സമയത്ത് ചിലപ്പോൾ ടയേർഡ് ആയിരിക്കും, പെട്ടെന്ന് ഉറങ്ങും, അങ്ങനെയൊക്കെ ഒരു ഇഷ്യൂ വരും. അപ്പൊ ഞാൻ പറയുന്നത്, അപ്പൊ ബ്രേക്ക് ടൈം മാക്സിമം നമുക്ക് മെസ്സേജ് ചെയ്ത് എന്താണെന്നുള്ളത് രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്താണെന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഗിഫ്റ്റ് കൊടുക്കാൻ പോയപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, രാത്രി എല്ലാം കഴിഞ്ഞ് ടൈം കിട്ടുന്ന സമയത്തായിരിക്കും ഫോൺ വിളിക്കുന്നത്. ഇല്ലാത്തത് ഫോൺ വിളിക്കുന്ന സ്വാസിക ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവിടുന്ന് പ്രേം അതെ ഓക്കെ അതെ. അപ്പം ആ കാര്യത്തിൽ ഞങ്ങൾ ഇടയ്ക്ക് ചിലപ്പം വഴക്കിടാറുണ്ട്. അതായത് തിരിച്ചിങ്ങോട്ടുള്ള റിപ്ലേസ്
കുറച്ചും കൂടെ കൂടുതൽ സംസാരിക്കണം. അതെന്താണത്? അല്ല അത് തന്നെ ചില കാര്യങ്ങൾ ഇപ്പൊ അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ എക്സ്പ്രസ് ചെയ്യുന്നത് 1 word 2 wordൽ നിർത്തുമല്ലോ. അപ്പൊ അത് 2 words അല്ലാതെ കുറച്ച് നീട്ടി ഒരു എക്സ്പ്ലനേഷൻ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ഞാനിങ്ങനെ വിചാരിക്കും, മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഒരു കണക്കിന് ഞാൻ അത് പറഞ്ഞല്ലോ, നല്ലൊരു ലിസണർ ആയതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും നല്ലതാണ്. കാരണം നമ്മൾ എന്ത് പറഞ്ഞാലും അതിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് വലിയൊരു കാര്യമാണ്. അപ്പൊ ആ കാര്യത്തിൽ ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മളിങ്ങനെ എന്ത് കാര്യം, പൊട്ട കാര്യം, ചെറിയ കാര്യം പറഞ്ഞാലും നിസ്സാര കാര്യം പറഞ്ഞാലും അത് കേൾക്കും. കേട്ടിട്ട് ഓ ആണോ, ഓക്കെ ഓക്കെ, അല്ലാണ്ട് ഈ ചെറിയ കാര്യം ഇതൊക്കെ എന്തിനാ എന്നോട് പറയണേ അങ്ങനെ ചോദിക്കില്ല. എന്ത് ചെറിയ കാര്യമാണെങ്കിലും അത് അപ്പൊ ഇപ്പൊ ഈ വള ഞാൻ അവിടെ നിന്ന് മേടിച്ചതാണെന്ന് പറഞ്ഞാലും ഓക്കെ ഓക്കെ ഓക്കെ. പക്ഷെ കൂടുതൽ ചോദിക്കില്ല എവിടുന്ന് എന്ന് മേടിച്ചു, അങ്ങനെ ചോദിക്കില്ല. എല്ലാം കൂടെ എങ്ങനെയാ കിട്ടുന്നേ? അതാ പറഞ്ഞോട്ടം എല്ലാം കൂടെ പറ്റില്ല, പൂന്തോട്ടം വേണം, AC വേണം, കാർ പോർച്ച്, അറ്റാച്ച്ഡ് ബാത്റൂം, ഇതെല്ലാം കൂടെ എങ്ങനെയാ കിട്ടുന്നേ? 250 രൂപ വേണം. അല്ല, ഈ ഓപ്പോസിറ്റ് പോൾസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ആക്ച്വലി ഇപ്പൊ ഒരു വളരെ ആക്റ്റീവായിട്ടുള്ള പേഴ്സൺ കുറെ സംസാരിക്കുമ്പോൾ അത്രയും ലിസൺ ചെയ്യുന്ന ഒരു വ്യക്തി കിട്ടുന്ന ഒരു ആശ്വാസമാണ്. അത് ഞാൻ പറയുന്നല്ലോ, അതിനോടൊപ്പം തന്നെ കുറച്ചുകൂടി ഇങ്ങോട്ട് അതിന് റിപ്ലൈയും വേണം. അത് എല്ലാത്തിലും ഇല്ല കേട്ടോ, എല്ലാത്തിലും ഇല്ല. ചില കാര്യങ്ങളില് ഇപ്പൊ മെയിൻ ആയിട്ട് ഞാൻ അന്ന് വഴക്കുണ്ടാക്കിയത് എന്റെ പരിഭവം പറഞ്ഞത് ഡാൻസ് ഷോ. ഞങ്ങൾ ആദ്യമായിട്ട് പോയത് എവിടെ? ദുബായില്, ഓസ്ട്രേലിയയില്. നമ്മൾ ആദ്യം ദുബായ് ദുബായില്. അപ്പൊ അവിടെ വെച്ചിട്ടാണ് നേരിട്ട് എന്റെ ഡാൻസ് ഷോ കാണുന്നത്. അതായത് അമ്മയ്ക്ക് പകരം ഞാൻ കുഞ്ചുനെയാണല്ലോ കൊണ്ടുപോയിരുന്നത്. അപ്പം നേരിട്ട് സ്റ്റേജിൽ ഇരുന്ന് ഡാൻസ് കാണുകയാണ്. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഡാൻസ് കഴിഞ്ഞ് വരുമ്പോ ഡാൻസിനെ കുറിച്ചിട്ട് വാതോരാതെ സംസാരിക്കും. നല്ലതാണെന്ന് എനിക്കറിയാലോ, അപ്പം അതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ കുഞ്ചു എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നന്നായിട്ടുണ്ടായിരുന്നു, നല്ല ഡാൻസ് ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആദ്യത്തെ 2 അപ്പൊ ഞാൻ ചോദിച്ചു ആദ്യത്തെ ഡാൻസ് ആണ് രണ്ടാമത്തെ ഡാൻസ് ആണ്? പറഞ്ഞു ആദ്യത്തെ ഡാൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, കഴിഞ്ഞു. അപ്പൊ ഞാൻ ആദ്യത്തെ ഡാൻസ് എന്ത് ഇഷ്ടപ്പെട്ടു എങ്ങനെ ഇഷ്ടപ്പെട്ടു, എന്റെ ഡ്രസ് എങ്ങനെ ഉണ്ടായിരുന്നു, എന്റെ ഇങ്ങനത്തെ കറങ്ങി ഞാൻ വന്നപ്പോ ഇങ്ങനെ ഒരു നോട്ടം നോക്കിയത് എങ്ങനെ ഉണ്ടായിരുന്നു? ഇതൊക്കെയാണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ട സാധനം. ചോദിച്ചില്ലേ, ഇതൊക്കെയാണ് സാധനങ്ങൾ മനസ്സിലുണ്ട്. പക്ഷേ ഇത് വേ യു എക്സ്പ്രസ് ഇസ് ഡിഫറെന്റ്. അതാണ്. അതെ, അപ്പൊ ഈ കാര്യമാണ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഞാൻ പണ്ടും എനിക്കറിയാം അധികം എക്സ്പ്രസ് ചെയ്യാത്ത ഒരാളാണ് എന്നറിയാം. പക്ഷെ പിന്നെ ഞാൻ വിചാരിക്കും അപ്പൊ ഞാൻ എന്തിനാണ് പിന്നെ ഓവറായിട്ട് ഒരു കാര്യം, ഒരു എക്സ്പെക്ടേഷൻ വയ്ക്കുന്നത് എന്തിനാണ്? അപ്പൊ അതാണ് ഞാൻ ഇനി തിരുത്തേണ്ടത്. ഭയങ്കരമായിട്ട് ഒരാളുടെ ക്യാരക്ടർ നമുക്ക് മാറ്റാൻ എന്തായാലും പറ്റില്ല. അപ്പൊ ഓവറായിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ നമ്മൾ കുറയ്ക്കണം. ആൾ ഇങ്ങനെയാണെന്നുള്ളത് എനിക്കറിയാം, അതിനാണ് ഞാൻ ഇഷ്ടപ്പെട്ടതും. പക്ഷെ പിന്നെ അതിന്റെ ഇടയിൽ കയറി ഞാൻ എന്തിനിത് ചോദിക്കുന്നു എന്നുള്ളൊരു ചോദ്യം ഞാൻ ഇപ്പം ചോദിച്ചു തുടങ്ങി. അപ്പൊ അതിങ്ങനെ കട്ട് ഡൗൺ ചെയ്യണം. അതുപോലെ എന്താ പറയാ, ചില ആൾക്കാർക്ക് അവരുടെ ഒരു പേഴ്സണൽ സ്പേസ്, ഇപ്പം ഇത്രയും നാളും ഈ 30 വർഷത്തില് അങ്ങനെയായിരുന്നല്ലോ, ഒരു ചെറിയൊരു സമയം കിട്ടിയ ഒറ്റയ്ക്ക് റിലാക്സ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ സിനിമ കാണണം, അങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ ഒറ്റയ്ക്കുള്ള ഒരു സമയത്തിലേക്ക് ഞാനും കൂടി വന്നിരിക്കുമ്പോൾ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അത് ഞാൻ മനസ്സിലാക്കണം. ഉണ്ടാവും. കാരണം ഇപ്പൊ വീട്ടിൽ വരുമ്പോഴാണെങ്കിലും ഷൂട്ട് കഴിഞ്ഞിട്ട് കുഞ്ചു വീട്ടിൽ വരുമ്പോൾ, ട്രിവാൻഡ്രത്ത് വീട്ടിൽ വരുമ്പോൾ എന്ത് ചെയ്യും, അമ്മയോട് സംസാരിച്ചു, എല്ലാ കാര്യങ്ങളും ചെയ്തു, ഗാർഡനിങ് ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ചു റൂമിൽ പോയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കണത്. അപ്പൊ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ആള് ട്രേഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സിനിമ കാണുന്നത്, ഇതെല്ലാം ചെയ്യുന്നത്. ഇപ്പൊ എന്താവും, ഒറ്റയ്ക്ക് ഇരിക്കാൻ റൂമിലേക്ക് പോകുമ്പോ ഞാൻ കുഞ്ചു അതെന്തായി, അയ്യോ അവിടെ പോണ്ടേ, അപ്പൊ ആ സ്പേസ് പോയി. അപ്പൊ ഞാൻ മനസ്സിലാക്കുമ്പോ ഓക്കെ, അപ്പൊ ഇനി അങ്ങനെ ചെയ്യും. അപ്പൊ ആള് റൂമിലേക്ക് പോയാലും അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂർ കഴിഞ്ഞ് അവിടെ ചെന്നാ മതി, അതുവരെ ഞാൻ താഴെ ഇരിക്കാം. അപ്പൊ 1 മണിക്കൂറിൽ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ, എന്താ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഞാൻ ആലോചിച്ചത് എപ്പോഴും ചെയ്തിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ലോ. ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് എന്തിനിത് ചെയ്യണം, എന്തിനിങ്ങനെ എക്സ്പെക്ട് ചെയ്യണം, എന്തിനിത് ചെയ്യണം. അപ്പൊ ഞാൻ ഇതൊക്കെ കട്ട് ഡൗൺ ചെയ്ത്, എന്റെയും ക്യാരക്ടർ ഇങ്ങനെയാണല്ലോ, അപ്പൊ എനിക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. കാരണം ഞാൻ ഈ ജോയിന്റ് ഫാമിലിയിൽ താമസിക്കുന്നതുകൊണ്ട് എനിക്ക് സൈലൻസ് അറിയില്ല. ഇവിടെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എപ്പോഴും വർത്തമാനത്തിലായിരിക്കും. നമുക്ക് അങ്ങനെ ഒരു എന്താ നിങ്ങൾ എന്താ പറയുക, സോളോ ഫ്രീക്കിംഗ്, അങ്ങനത്തെ ഒരു സോളോ ആ സാധനം ഞങ്ങൾക്ക് ഇവിടെ ഇല്ല, എനിക്കും ഇല്ല. കാരണം ഞാൻ എപ്പോഴും എന്റെ കൂടെ അമ്മ ഉണ്ടാവും, അല്ലെങ്കിൽ അച്ഛനുണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇവിടെ വന്നാലും ജോയിന്റ് ഫാമിലി ആയതുകൊണ്ട് കസിൻസ്, ഒരു ദിവസം ഗ്യാപ്പ് കിട്ടി എല്ലാവരും കസിൻസ് വരും. അപ്പം ആ കാര്യം എനിക്ക് അറിയാത്തതുകൊണ്ട് എനിക്കും അത് പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല. അപ്പൊ ഇനി ഞാൻ ശ്രദ്ധിച്ചിട്ട് മാറ്റിക്കൊണ്ടിരിക്കും. ഒരു വർഷം കഴിയുമ്പോൾ ശരിയാവും. ഓക്കെ, ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. ആക്ടിംഗ് പ്രൊഫഷൻ എന്നുള്ള പരിപാടി മൈൻഡിലുണ്ടായിരുന്നു? ഇല്ല.
എന്നെ ആക്ടർ ആവണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. എനിക്ക് ഒബ്വിയസ്ലി മൈൻഡിൽ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, ഒരു സിനിമ കാണുമ്പോൾ ലൈക്ക് ഓ ഇന്ന റോൾ നമ്മൾ ചെയ്താൽ നല്ലതായിരിക്കും, നമുക്ക് എപ്പോഴും മൈൻഡിൽ ഉണ്ടാവുമല്ലോ. ബട്ട് സ്റ്റിൽ ആസ് എൻ ആക്ടർ ആവുന്ന പ്രൊഫഷനായിട്ട് എടുക്കും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഐ വാണ്ടഡ് ടു ബിക്കം എ മോഡൽ എനിക്ക് ഭയങ്കര താല്പര്യമുള്ള സംഭവമായിരുന്നു. ബട്ട് ദെൻ അഗൈൻ എൻ്റെ വീട്ടുകാരും എല്ലാവരും പറഞ്ഞു പഠിച്ചിട്ട് വലിയ ആളാവും, CA എടുക്കും, അതെടുക്കും ഇതൊക്കെ പറയും. ബട്ട് സ്റ്റിൽ എനിക്കത് എടുക്കാൻ പറ്റിയിരുന്നില്ല. ഐ ഗോട്ട് എ ജോബ്, പ്ലേസ്മെന്റ് കിട്ടിയ ജോബ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത് ചുമ്മാ ടൈം പാസിന് തുടങ്ങിയതാണ് ഈ റാമ്പ് വോക്കും കാര്യങ്ങളൊക്കെ. എങ്ങനെ ഫാഷൻ ഷോസ് എല്ലാം ചെയ്ത ശേഷം ഐ തിങ്ക് എൻ്റെ സെക്കൻഡ് ഫാഷൻ ഷോയിലാണ് നമ്മൾ അന്ന് മീറ്റ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് മോഡലായിട്ട് ജസ്റ്റ് ചുമ്മാ ട്രൈ ചെയ്ത് നോക്കി. ആ സമയത്ത് ജോലി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫോട്ടോ ഇതുപോലെ പല കാസ്റ്റിംഗ് ആൾക്കാരെ കണ്ടു, ആഡ് ഷൂട്ട്സിന് വിളിച്ചു തുടങ്ങി. അങ്ങനെ ഞാൻ ചെയ്ത് ചുമ്മാ അത് അപ്പോഴും ഞാൻ സീരിയസ് എടുക്കുന്നില്ല. ഒരു ആക്ടർ ആവുന്ന ഒരിക്കലും വിചാരിക്കുന്നില്ല. ഓക്കെ മോഡലായി നോക്കാം, അല്ലെങ്കിൽ ആഡ്സ് മാത്രം ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. എന്നിട്ടും ഈ 2.5 വർഷം അതിന്റെ പുറകെ നടന്നു. എന്നിട്ട് ഞാൻ ഈ സീരിയലിന്റെ ഒരു ഓഫർ വന്നു. ഐ തിങ്ക് ഇറ്റ് വാസ് 2018 എനിക്ക് തോന്നുന്നു ആഫ്റ്റർ ഫ്ലഡ്സ്. കാരണം ആ ഫ്ലഡ് ഒക്കെ ആയിട്ട് ആഡ്സ് എല്ലാം നിന്നു. സോ കയ്യിൽ കാശ് ഉണ്ടാവാത്തൊരു തീർച്ചയായിട്ടും നമുക്കറിയാലോ ഇഷ്ടമുണ്ടല്ലോ. അപ്പൊ ആ സമയത്താണ് നമുക്ക് ഈ 2018 കഴിയുമ്പോഴാണ് ഈ ഒരു സീരിയലിന്റെ കോൾ വന്നത്, ഫസ്റ്റ് സീരിയലിന്റെ കോൾ വന്നത്. ശരി. അപ്പൊ ഓക്കെ ഫൈൻ, ട്രൈ ചെയ്ത് നോക്കാം. അപ്പോഴും എനിക്ക് അഭിനയിക്കാൻ അറിയത്തില്ല. സീരിയൽ ഷൂട്ട് തുടങ്ങി ഡയറക്ടറൊക്കെ ചെയ്ത് തുടങ്ങി കൊല്ലുകയാണ്. കാരണം അഭിനയിക്കാൻ അറിയണ്ടേ. കാരണം ഞാൻ മോഡലിംഗ് വെച്ചാൽ അവിടെ പോയി ചുമ്മാ ചിരിക്കുക, ചെറിയ മൂവ്മെന്റ്സ് അത്രയൊക്കെ ഉള്ളൂ. സീരിയലിൽ പോയിട്ട് നമ്മൾ അഭിനയിക്കണം, ഡയലോഗ് പറയണം, ഈ പ്രോംപ്റ്റിംഗ് വരും, പ്രോംപ്റ്റ് ചെയ്യുന്ന സ്പീഡ് കിട്ടണം, ഇതൊന്നും കിട്ടുന്നില്ല എനിക്ക്. അത് പണിയാ. ആദ്യത്തെ 3 മാസം സ്ട്രഗിൾ ചെയ്തു. എനിക്ക് സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ ഞാൻ നോക്കും 2 പേജ് ഡയലോഗ്, എൻ്റെ അമ്മോ ഞാൻ പിന്നെ പേടിക്കാൻ തുടങ്ങും, വിറയ്ക്കാൻ തുടങ്ങും. ബട്ട് അത് നമ്മൾ ഒരു ഇൻ ദ ജോബ് ട്രെയിനിങ് പോലെ ആയിരുന്നു ആക്ച്വലി ഫോർ മീ. കാരണം അതിനുശേഷം കുറെ പഠിച്ചു. അങ്ങനെ സീരിയൽ കയറി ഒക്കെ ഒരു സീരിയൽ അടുത്ത സീരിയൽ ബാക്ക് ടു ബാക്ക് കിട്ടിക്കൊണ്ട് തുടങ്ങി. പിന്നെ എനിക്കത് ഇഷ്ടപ്പെട്ടു, അഭിനയം എന്നൊരു സംഭവം ഇഷ്ടപ്പെട്ടു. ഐ സ്റ്റാർട്ടഡ് ലൈക്കിംഗ് സ്ലോലി ആക്ച്വലി. ആക്ടിങ് ആദ്യം ഭയങ്കര പേടിയായിരുന്നു. രാവിലെ എനിക്കുമ്പോൾ ഇപ്പൊ എന്തായിരിക്കുന്നുണ്ടോ, സീൻസ് എന്തായിരിക്കും, ഇങ്ങനെയൊക്കെ പേടിച്ച് പോകുന്നത്. ഇമോഷണൽ സീൻസ് ഒന്നും എനിക്ക് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഈ സെയിം ആണ്, ഈ സ്ക്രിപ്റ്റ് വായിക്കാൻ അറിയാത്ത, സ്ക്രിപ്റ്റ് കാണുമ്പോൾ പേടിക്കുന്ന സെയിം ആളാണ് ഞാൻ പോയി തെലുഗു ചെയ്തു, ഇപ്പൊ തമിഴ് ചെയ്തോണ്ടിരിക്കുന്നു. തെലുഗു ഏതൊരു ഭാഷയ്ക്കും അറിയാത്ത പോലും ഇല്ല. അത് മുംബൈയിലാണ് ഷൂട്ട്, മുംബൈയിൽ മൊത്തം ഹിന്ദിക്കാര്. അവിടെ ഹിന്ദി അറിയാം, കേട്ടാ മനസ്സിലാവും, കുറച്ച് പറയും. ഏറ്റവും ഇഷ്ടമില്ലാത്ത ലാംഗ്വേജ് ആയിരുന്നില്ലേ ഹിന്ദി? അങ്ങനെയല്ല, ഞാൻ ഹിന്ദി എടുത്തിട്ടില്ല. ഹിന്ദി വേണ്ടാന്ന് വെച്ചിട്ട് എടുത്തിട്ടില്ല. അവിടെ പോയിട്ട് ഹിന്ദി കുറച്ച് അറിയാം. തോടാ മാലു എന്ന് പറയുന്നില്ല, പറയത്തുള്ളൂ. പക്ഷെ അവിടെ മൊത്തം ടെക്നീഷ്യൻ മൊത്തം ഹിന്ദിക്കാര്, പോയി കൂടെ അഭിനയിക്കുന്ന മൊത്തം തെലുഗു. അവര് തെലുങ്ക് സംസാരിക്കുന്നത് എന്താ അവര് പറയണ ആർക്കറിയാം, എനിക്കറിയില്ല, ഒന്നും ചെയ്തു. ഞാൻ അവിടെ പോയി അഭിനയിച്ചു. സ്ക്രിപ്റ്റ് വായിക്കാൻ പറ്റില്ല, തെലുങ്കിൽ എഴുതിയിരിക്കുന്നത്, വായിച്ചാലും മനസ്സിലാവും, അതും അറിയില്ല. ബട്ട് സ്റ്റിൽ അതായത് നമ്മളെടുക്കുന്ന ഓരോ ഫേസസ് ആണ്. നമ്മൾ ഇതാണ് ലേണിംഗ് കർവ്, ഇതാണല്ലോ. നമ്മൾ അവിടെ പോയി ഇപ്പൊ നീന്താരത്തോളം പോയി നീന്തിനെ പറ്റുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ യൂഷ്വലി പ്ലേറ്റ് കഴുകുന്നത്. ഇപ്പൊ ഞാൻ കഴിച്ചിട്ട് ഇപ്പൊ പ്ലേറ്റ് കൊടുക്കുമ്പോൾ ഇവള് ദേഷ്യപ്പെടും, എങ്ങോട്ടാ പോകുന്നത്, ഞാൻ കഴിക്കണം, അതിന് പ്ലേറ്റ് എടുത്തിട്ട് പോകും. ഞാൻ ആകെ ചെയ്തൊരു ജോലി ഒന്നാതാ. ചില പണികൾ ഇപ്പൊ എല്ലാ പണിയും ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. എനിക്കിപ്പോ തുണി തയ്ക്കാൻ ഇപ്പൊ കുഞ്ചു പറയാണ് ഷർട്ട് അയൺ ചെയ്ത് തരാൻ, അത് എനിക്ക് പറ്റൂല, അത് എനിക്ക് ഇഷ്ടമല്ല. അതൊക്കെ ഞാൻ തന്നെ ചെയ്യണം. വെളിയിൽ പോയി 2 മാങ്ങ പറിക്കാൻ പറഞ്ഞാൽ അതും ഞാൻ തന്നെ ചെയ്യണം. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ